കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷനാണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ഡിസംബർ TE എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണ്. അപ്പം നമുക്കിനി എന്താ വേണ്ടത്? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പഠിച്ച് ഒന്ന് സെറ്റായിട്ട് ഇരിക്കുന്നവരാണ്. നമുക്കിനി വേണ്ടത് ഒരു വർക്കൗട്ടാണ്. അതായത് നമ്മുടെ പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യണം, അതുപോലെ തന്നെ അനലൈസ് ചെയ്യണം. ഇനി നമ്മളുടെ ടാർഗറ്റ് അതാണ്. അപ്പം ഇഗ്നോ നിങ്ങൾക്ക് വേണ്ടി, അതായത് ലേൺവൈസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു സെഷനാണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് ഇന്നിവിടെ നടത്തുന്നത്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് നടത്തുന്നത് BCOC 133, അതായത് നമ്മുടെ ബിസിനസ് ലോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടി ഡിസംബർ TE 2025 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്നവരാണ്. നമ്മൾ ഏകദേശം വീഡിയോ ക്ലാസ് കണ്ടു, അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തു, എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തവരാണ്. അതുപോലെ തന്നെ ഓരോരോ ബ്ലോക്ക് തീരുന്ന സമയത്തും നമ്മൾ എല്ലാവരും റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നവരാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. അതാണ് ലേൺവൈസ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 10 തവണ അല്ലെങ്കിൽ ഒരു 20 തവണ അല്ലെങ്കിൽ ഒരു 5 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട്. അതായത് ഇനി നമുക്ക് വരാൻ പോകുന്ന ഈ ബിസിനസ് ലോ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഓക്കെ, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും വിത്ത് ആൻസർ കീയും നമ്മൾ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം ആ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു എക്സാമിന് എങ്ങനെ അപ്പിയർ ചെയ്യണം, നമ്മളെല്ലാം ഇപ്പം പ്രിപ്പയർ ആയിരിക്കുന്നവരാണ്. നമുക്ക് അപ്പോൾ ഇനി വേണ്ടത് ഒരു മോട്ടിവേഷനാണ്. അതായത് നമുക്ക് എങ്ങനെ എക്സാമിന് അപ്പിയർ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, അതുപോലെ തന്നെ ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ എത്ര വേർഡ്സ് ഉൾക്കൊള്ളിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെഷന്റെ ഒരു എൻറ്റയർ റോഡ് മാപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നിവിടെ സിലബസ് മാപ്പിംഗ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് ഓരോരോ സബ്ജക്റ്റും, അതായത് ഈ ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഓരോ ബ്ലോക്കും അതുപോലെ തന്നെ ഓരോ യൂണിറ്റും അതിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് നമുക്ക് എക്സാം എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഒരു 10 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ ആൻസേഴ്സ് എഴുതാം, അപ്പൊ നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നോക്കണം, അതായത് ഇൻട്രൊഡക്ഷൻ എഴുതണോ, അതുപോലെ തന്നെ കൺക്ലൂഷൻ എഴുതേണ്ടത്, അതിന്റെ ബോഡി പാർട്ടിൽ എന്തൊക്കെ വരണം, അതുപോലെ തന്നെ ഓരോ സെക്ഷൻ തിരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എത്ര വേർഡ്സ് എഴുതണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് 10 തവണ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകാം, മേ ബി 5 തവണ വന്നിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളതും നമുക്ക് ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻസ് ആണോ അത് എന്നുള്ളതും നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, അതായത് നമുക്ക് വരാൻ പോകുന്ന ഈ ഡിസംബർ 2025 എക്സാമിന്റെ ഒരു പ്രഡിക്ഷൻ, അതായത് നമുക്ക് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതാകും എന്നുള്ളതും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ടോപ്പിക്കിനാണ് നമ്മൾ ഇനി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അവസാനം
അതായത് ഈ സെഷന്റെ അവസാനം ഞങ്ങൾ നിങ്ങൾക്കായി ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മോക്ക് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളും നമ്മുടെ ആപ്പിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ഇത് ക്രാക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അതിന്റെ സ്കോർ എങ്ങനെയാണ്, അതിന്റെ വെയിറ്റേജ് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് സിലബസ് മാപ്പിങ്ങിലോട്ടാണ്. അതായത് സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ബ്ലോക്കും അതുപോലെ തന്നെ ഓരോ യൂണിറ്റും അതിൽ വരുന്ന ഓരോ ടോപ്പിക്കും എത്ര പ്രാവശ്യം അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്, അതായത് എത്ര പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രമാത്രമാണ് ഇതിന്റെ റിലവൻസ്, അതായത് മീഡിയം റിലവൻസ് ആണോ അതോ ഹൈ റിലവൻസ് ആണോ അതോ ലോ റിലവൻസ് ആണോ എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുണ്ടോ എന്നുള്ളതും, മീഡിയം എന്ന് പറയുമ്പോൾ അതിൽ കുറവായിട്ടുള്ളതും, ലോ എന്ന് പറയുന്നത് എത്ര കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക് വൈസുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 1 ആണ്. അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതിലെ ടോപ്പിക് എന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. അത് നമുക്ക് 7 തവണയാണ് അപ്പിയറൻസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. 14 തവണ, അതായത് 14 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ഹൈ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, അതായത് നമുക്കറിയാം ഏതൊക്കെയാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നുള്ളത്. മൈനർ പേഴ്സൺ ഉണ്ട്, അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നതും 6 ടൈംസ് ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഫ്രീ കൺസെന്റ്. അതുപോലെ തന്നെ ഫ്രീ കൺസെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊയേഷൻ, അൺഡു ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ ഇതൊക്കെ ഒരു 11 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരികയാണെങ്കിൽ അതിൽ കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് 9 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇത് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 വോയിഡ് എഗ്രിമെന്റ് ആൻഡ് കണ്ടീജന്റ് കോൺട്രാക്ട് എന്നുള്ളത് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 5 ടൈംസ് ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 7 പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് അതെന്ന് പറയുന്നത്, അതായത് അതിന്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് 0 ടൈംസ് ആണ്. അതിന്റെ റിലവൻസ് ലോ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 8 റെമഡീസ് ഫോർ ബ്രീച്ച് ആൻഡ് ക്വാസി കോൺട്രാക്ട് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നതും 8 ടൈംസ് ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 എടുക്കുവാണെങ്കിൽ യൂണിറ്റ് 9 ഇന്റർമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി അതുപോലെ തന്നെ അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 9 ടൈംസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് അതിൽ ഇൻക്ലൂഡിംഗ് ലീൻ ആൻഡ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് 11 ടൈംസ് ആണ്. അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്, അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ഹൈ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഏജൻസി, ക്രിയേഷൻ, റാക്ടിഫിക്കേഷൻ ആൻഡ് ടെർമിനേഷൻ അതെന്ന് പറയുന്നതും അപ്പിയറൻസ് എന്ന് പറയുന്നത് 10 ടൈംസ് ആണ്. അതിന്റെ റിലവൻസും ഹൈ ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് 4 പോവുകയാണെങ്കിൽ ബ്ലോക്ക് 4 യൂണിറ്റ് 12 പാർട്ട്ണർഷിപ്പ് ഡെഫിനിഷൻ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ആൻഡ് മൈനർ ആസ് എ പാർട്ട്ണർ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നതും 4 ടൈംസ് ആണ്. അതിന്റെ റിലവൻസ് ലോ ആണ്. എന്നാൽ ബ്ലോക്ക് 4 യൂണിറ്റ് 13 പാർട്ട്നേഴ്സ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഓഫ് എ പാർട്ട്നേഴ്സ് ആൻഡ് ഇംപ്ലൈഡ് അതോറിറ്റി അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ലോ ആണ്. അടുത്ത നമ്മൾ ബ്ലോക്ക് 4 എടുക്കുകയാണെങ്കിൽ അതിൽ യൂണിറ്റ് 14 ഡിസൊല്യൂഷൻ ഓഫ് ഫോം ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അടുത്ത ബ്ലോക്ക് 4 യൂണിറ്റ് 15 LLP അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അതുപോലെ തന്നെ അടുത്ത ബ്ലോക്ക് 5 എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 16 കോൺട്രാക്ട് ഓഫ് സെയിൽ വേഴ്സസ് എഗ്രിമെന്റ് ടു സെയിൽ അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെയിൽ ആൻഡ് എഗ്രിമെന്റ് ടു സെൽ ആൻഡ് ടൈപ്സ് ഓഫ് ഗുഡ്സ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ലോ ആണ്. അതുപോലെ ബ്ലോക്ക് 5 എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് 5 നമ്മൾ യൂണിറ്റ് 17 എടുക്കുകയാണെങ്കിൽ കണ്ടീഷൻ ആൻഡ് വാറന്റീസ് ആൻഡ് കാവേഡ് എംപ്റ്റർ അതിന്റെ റിലവൻസ് അതായത് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അടുത്ത നമ്മൾ ബ്ലോക്ക് 5 എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് 5
യൂണിറ്റ് 18 ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി റൂൾസ്. അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 6 നമ്മൾ യൂണിറ്റ് 23 എടുക്കുവാണെങ്കിൽ പ്രസന്റ്മെന്റ്, ഡിസോണർ ആൻഡ് ഡിസ്ചാർജ്, അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നതും 2 ടൈംസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. നമ്മൾ ഈ ഒരു ബാർ ചാർട്ട് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ കണ്ടു എത്ര പ്രാവശ്യം ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ റിലവൻസ് എന്ത് എന്നുള്ളതുമാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ ബാർ ചാർട്ടാണ്. അതായത് നമ്മളുടെ ആ ഒരു 6 ബ്ലോക്കിന്റെ ഒരു എന്താ പറയണ്ടേ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് നമുക്ക് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അതായത് 2021 മുതൽ നമ്മുടെ ഈ 2025 വരെയുള്ള ഇയറിൽ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ബേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ബ്ലോക്ക് 1 നിന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത് വരികയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ബ്ലോക്ക് 3യും, അതുപോലെ തന്നെ പിന്നെ വരുന്നത് ബ്ലോക്ക് 2ഉം, അതുപോലെ തന്നെ പിന്നെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 5നും, അത് കഴിഞ്ഞാൽ ഒരു റിലവൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 6നും, അറ്റ് ലാസ്റ്റ് ബ്ലോക്ക് 4നും ആണ് ഉള്ളത്. അപ്പം ഇതാണ് ഈ ഒരു ബാർ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ 2021 മുതൽ 2025 വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് ബ്ലോക്ക് ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് ടോട്ടൽ ക്വസ്റ്റ്യന്റെ കൗണ്ടും ആണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഒരു ഹീറ്റ് മാപ്പ് ആണ്. നമ്മൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുപോലെ തന്നെ ഏതാണ് ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്ത് ഏറ്റവും കുറവ് അപ്പിയർ ചെയ്തത് ഏത് എന്നുള്ളത്. അപ്പോൾ ഒരു ബാർ ചാർട്ടിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അതായത് ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ റിക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നതാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. നമ്മുടെ യൂണിറ്റ് 2 അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കൊരു 14 ടൈംസ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ്ലി നമുക്ക് ആസ്ക് ചെയ്യുന്നതാണ് ആ ക്വസ്റ്റ്യൻസ് ആണത്. അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ റൂൾസ്, അതുപോലെ തന്നെ വേരിയൻസ് എങ്ങനെയുള്ളത്, അതുപോലെ തന്നെ ക്രോസ് സ്റ്റാൻഡിങ് ആൻഡ് ഓഫേഴ്സ്, അതായത് ടൈപ്സ് ഓഫ് ഓഫേഴ്സ് ഏതാണ്, അതുപോലെ തന്നെ ക്രോസ് സ്റ്റാൻഡിങ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 2021 മുതൽ നമ്മൾ 2025 വരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ യൂണിറ്റ് 2 14 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീ കൺസെന്റ്. ഫ്രീ കൺസെന്റ് എന്ന് വരുന്നതാണ് കൊയേഷൻ, അതുപോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, ഇതൊക്കെയാണ് ഫ്രീ കൺസെന്റിൽ വരുന്നത്. അതായത് യൂണിറ്റ് 4 11 തവണയാണ് ഇത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഡിഫറൻസസ് ചോദിക്കാം, അതായത് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ ഫ്രോഡും മിസ്റെപ്രസെന്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എസ് എ ടൈപ്പ് ആയാലും എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നതിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഡിഫറൻസ് ആയാലും നമുക്ക് ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ എക്സാമ്പിൾ കോട്ട് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ തേർഡ് എന്ന് പറയുന്നത് ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ്. ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് എന്ന് പറയുന്നതിൽ അതുപോലെ തന്നെ യൂണിറ്റ് 10 അത് 11 തവണയാണ്, 11 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ പ്ലഡ്ജ് എന്താണെന്നുള്ളത്, പ്ലഡ്ജ് ബൈ നോൺ ഓണേഴ്സ് എന്താണെന്നുള്ളത്, പ്രോംപ്റ്റ് ഓൺ ലീഡ് എന്താണ് എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 3 ടോപ്പിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, ഫ്രീ കൺസെന്റ്, ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ്മെന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ടേം പഠിക്കുന്നുണ്ട്, കാവിയറ്റ് എംപ്റ്ററിന്റെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കുക. അതുപോലെ തന്നെ അതിന്റെ ഒരു എന്താ പറയണ്ടേ ഡിഫറൻസസ്, കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കുക. ഇങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊക്കെ എന്ത് ചെയ്യുക, ഇനി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പഠനം ഏകദേശത്തല്ല നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവരാണ്. നമുക്കിനി ഒരു റിവിഷന്റെ ഒരു ടച്ചപ്പിന്റെ ഒരു ആവശ്യം മാത്രമാണ് ഉള്ളത്. അപ്പൊ നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ ഒരു വേർഡ്സ് ഒക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ വേർഡ്സ് ഒക്കെ ഒന്നും കൂടി എന്ത് ചെയ്യാം, നമ്മൾ ആ ടോപ്പിക്ക് ഒന്നും കൂടി കൂടുതൽ സ്ട്രെസ് ഓൺ ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതായത് എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.
അതായത് നമുക്കിപ്പോൾ ഒരു എസ് എ ടൈപ്പ്, അതുപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ്, ഡിഫറൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ അധികവും ചോദിച്ചു കണ്ടുവരുന്നത്. അപ്പൊ നമുക്കൊരു എസ് എ ടൈപ്പ് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു 10 to 20 മാർക്കിന്റെ ഒരു എസ് എ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റ് അത്രയും നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കുക. അതിൽ എഴുതുന്ന സമയത്ത് ഒരു 200 to 300 വേർഡ്സ് അതിനുള്ളിലായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, എസ് എ എഴുതേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എസ് എ എഴുതുന്ന സമയത്ത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ ബോഡി പാർട്ട് കൊടുക്കുക, ദെൻ അത് കൺക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലോന്റെ പേപ്പർ ആവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് കോട്ട് ചെയ്യാനും കൂടി നോക്കുക. കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക. അതാണ് നമ്മുടെ എസ് ലോങ് ആൻസേഴ്സിൽ പറയുന്നത്. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പാരിസൺ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഡിസ്റ്റിങ്ക്യൂഷ് ഓർ കമ്പാരിസൺ, അതായത് 8 to 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 150 to 180 വേർഡ്സ് നമ്മൾ എഴുതാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു ടാബുലാർ ഫോമിൽ, അതായത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിക്കൽ എന്ത് ചെയ്യുക, കൊയേഷൻ ആൻഡ് മിസ് റെപ്രസെന്റേഷൻ, അത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്താണ് കൊയേഷൻ, എന്താണ് മിസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. അതൊരു 2 or 3 വരിയിലോ മതി. 8 to 10 മാർക്ക് ആണെങ്കിൽ, നമുക്കൊരു 20 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടേബിൾ ഫോർമാറ്റ് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ടേബിളിൽ നമ്മൾ ഓരോ ഹെഡിങ് കൊടുത്ത് ഓരോരോ പോയിന്റ് ആക്കി കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺക്ലൂഷനും കൂടി കൊടുക്കുക. അതും 150 to 180 വേർഡ്സിലായിരിക്കണം നമ്മൾ ഉൾക്കൊള്ളിച്ച് എഴുതേണ്ടത് 8 to 10 മാർക്ക് വരുന്ന സമയത്ത്. ഡിസ്റ്റിങ്ക്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം എല്ലാവരും വരച്ച് തന്നെ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മെയിൻ ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ വരയ്ക്കുന്ന സമയത്ത് ഓരോന്നും ബുള്ളറ്റിനായിട്ട് ഓരോ പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇനി ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്ന സമയത്ത്, ഷോർട്ട് നോട്ട്സ് ഇപ്പം ഒരു 5 to 10 മാർക്കിനാണ് ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 120 to 150 വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ടിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡെഫിനിഷൻ പ്ലസ് എക്സാമ്പിൾ, അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നു, നമുക്കൊരു ഡെഫിനിഷനും ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരു 10 to 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡെഫിനിഷൻസും എക്സാമ്പിൾ, അല്ലെങ്കിൽ എക്സാമ്പിൾ വരുന്ന സമയത്ത് ഒരു ഇല്ലുസ്ട്രേഷനും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 180 to 220 വേർഡ്സിൽ അത് എഴുതുക. അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻ എഴുതുക. ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം ഒരു ബ്രീഫ് ഇല്ലുസ്ട്രേഷൻ നമ്മൾ അവിടെ കൊടുക്കുക. അതാണ് ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിളിൽ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കുക, എസ് എ ലോങ് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് 200 to 300 വേർഡ്സിൽ ഉൾക്കൊള്ളിക്കുക. അതുപോലെ തന്നെ ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത് 150 to 180 വേർഡ്സിലും, ഷോർട്ട് നോട്ട്സ് ആവുന്ന സമയത്ത് ഒരു 120 to 150 വേർഡ്സിലും നമ്മൾ എഴുതാൻ നോക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ, അതായത് ടോപ്പ് 4 ബൈ ഫ്രീക്വൻസി, അതായത് നമുക്കൊരു എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് നമുക്കൊരു 20 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു 8 to 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ലോങ് ആൻസേഴ്സ് ചോദിക്കുകയാണെങ്കിൽ, ലോങ് എസ് എ നമുക്കൊരു 20 മാർക്കിന്റെ ലോങ് എസ് എ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 220 to 280 വേർഡ്സ് നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. എത്ര, 220 to 280 വേർഡ്സ്. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കാണുന്നുണ്ട്, അതായത് ഓരോരോ പോയിന്റും ഓരോരോ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ആയിട്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളും അതുപോലെ പ്രസന്റ് ചെയ്യാം. ഒരു ഹെഡിങ്, അതുപോലെ തന്നെ സബ് ഹെഡിങ്, പോയിന്റ്സ് ഒക്കെ നല്ല ബുള്ളറ്റിനാക്കി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ എസ്സേസ് ലോങ് ആൻസേഴ്സും എഴുതാം. ഒരു 20 മാർക്കിന്റെയാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യുക, കുറച്ചും കൂടി വൈഡ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഡെഫിനേഷൻസ് ആണെങ്കിൽ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, ഇതിന്റെയൊക്കെ ഡെഫിനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്ഷൻ വെച്ച് തന്നെ പഠിക്കുന്നുണ്ട്. സെക്ഷൻ 4 എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, സെക്ഷൻ 5 എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ സെക്ഷൻ 6 എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അതിന്റെ ഡെഫിനേഷൻ കോട്ട് ചെയ്ത് ദെൻ ബോഡി പാർട്ടിലേക്ക് വരിക. ബോഡി പാർട്ടിലേക്ക് വന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ മെയിൻ പോയിന്റും സബ് പോയിന്റും ആയിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ലാസ്റ്റ് അത് കൺക്ലൂഡ് ചെയ്യുക. ആ കാര്യം കൺക്ലൂഷൻ നിങ്ങൾ മറക്കരുത്. അത് ലാസ്റ്റ് എന്താണോ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സമ്മറി, ലാസ്റ്റ് അത് കൺക്ലൂഡും കൂടി ചെയ്ത് വെക്കുക. നമുക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ അപ്പിയർ ചെയ്യാം. അതുപോലെ തന്നെയാണ് നമുക്കൊരു ഡിസ്റ്റിങ്ക്യൂഷ്, ഒരു കമ്പാരിസൺ വരുന്നത്. ഇപ്പം വോയിഡ് വേഴ്സസ് വോയിഡബിൾ, അല്ലെങ്കിൽ സെയിൽ ആൻഡ് എഗ്രിമെന്റ് ടു സെൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 20 മാർക്കിന്റെ ചോദിക്കുകയാണെങ്കിൽ 8 to 10 മാർക്ക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ചെറിയ രീതിയിൽ ഒരു 3-4 വരി ഇൻട്രൊഡക്ഷനും എഴുതി അതൊരു ടേബിൾ ഫോർമാറ്റിലും വരച്ച് ജസ്റ്റ് ഒരു 3-4 വരി എഴുതി കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇതൊരു 20 മാർക്കിനാണ് ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു 150 to 180 വേർഡ്സ് എങ്കിലും നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ എഴുതുന്ന സമയത്ത്, ഡിഫറൻസസ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു 5-6 പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 പോയിന്റ് തന്നെ ആയിരിക്കും
ആയിക്കോട്ടെ, അത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക നമ്മൾ ഉൾക്കൊള്ളിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ആദ്യം സെയിൽ എന്താണെന്നുള്ളത് കൊടുക്കുക, ദെൻ എഗ്രിമെന്റ് ടു സെൽ എന്താണെന്നുള്ളത് കൊടുക്കുക. അത് 2 പാരഗ്രാഫ് ആക്കിയിട്ട് നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ കാണിക്കാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഡിഫറൻസിയേഷൻ, അതായത് സെയിൽ എന്ത്, എഗ്രിമെന്റ് ടു സെയിൽ എന്ത്, അതിന്റെ ബേസിസ് എന്ത്, അങ്ങനെ ഒരു കോളം വരച്ച് നമ്മൾ എന്ത് ചെയ്യുക ഓരോന്നും എടുത്തെഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുക നമ്മൾ അത് ലാസ്റ്റ് കൊണ്ടുവന്ന് അത് കൺക്ലൂഡ് ചെയ്യാം. ഇനി നമുക്കിപ്പം ഷോർട്ട് നോട്ട്സ് ആണ് ചോദിക്കുന്നത് എങ്കിൽ നമുക്കൊരു എന്താ പറയുക 20 മാർക്കിന്റെ തന്നെ ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇപ്പം നമുക്കൊരു സബ് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പം ഇതുപോലെ തന്നെ എന്താണ് എഗ്രിമെന്റ് ടു സെൽ എന്നുള്ളതിൽ, അല്ലെങ്കിൽ സെയിൽ എന്ത്, എഗ്രിമെന്റ് ടു സെയിൽ എന്ത്, സെൽ എന്ത് എന്നൊരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ, അതായത് 2 മാർക്കിന്റെ ഒരു 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു 5 മാർക്കിന്റെ തന്നെ, അതായത് 4 ക്വസ്റ്റ്യൻസ്, അതായത് അപ്പോൾ എത്രയാവും 20 മാർക്കാവും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, അങ്ങനെയുള്ള ഷോർട്ട് നോട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 120 to 150 വേർഡ്സ് ആയിരിക്കണം അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അത് എഴുതുന്ന സമയത്ത്, നമ്മൾ ആ ഷോർട്ട് നോട്ട്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡെഫിനിഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനിഷൻസ് കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ ചെയ്യുക, എക്സാമ്പിൾസും കൂടി കോട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. എത്ര നീറ്റായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നീറ്റായിട്ട് എന്ത് ചെയ്യുക നമ്മൾ പ്രസന്റ് ചെയ്യാം. ഇനിയിപ്പം ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് പ്രോമിസറി നോട്ട്, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, അല്ലെങ്കിൽ അൺപെയ്ഡ് സെല്ലർ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു 10-20 മാർക്കിന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 180 to 220 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രോമിസറി നോട്ട് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ സെക്ഷൻ കോട്ട് ചെയ്തിട്ട് എഴുതാം. അതിനുശേഷം നമ്മളൊരു എക്സാമ്പിൾസും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്ത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, അപ്പം അതും നമ്മൾ കോട്ട് ചെയ്യണം. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എക്സാമ്പിൾ ഒക്കെ എന്ത് ചെയ്യുക, കോട്ട് ചെയ്തിട്ട് അത്രയും നീറ്റായിട്ട് നമ്മളത് പ്രസന്റ് ചെയ്യാം. ഒരു 10 to 20 മാർക്കിനാണ് നമുക്ക് വരുന്നത് എങ്കിൽ 180 to 220 വേർഡ്സ് വേണം നമ്മൾ അതിൽ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ അതുപോലെ തന്നെ ഡെഫിനിഷൻ കൊടുക്കാൻ മറക്കരുത് ഓരോന്നിന്റെ. അതുപോലെ തന്നെ സെക്ഷൻ എഴുതുന്ന സമയത്ത് സെക്ഷൻ അത്രയും കോൺഫിഡന്റ് ആണ്, അറിയാമെങ്കിൽ മാത്രം സെക്ഷൻ എഴുതുക, അറിയാത്ത സെക്ഷൻ തെറ്റ് എഴുതി വെക്കാൻ നിൽക്കരുത്. അപ്പൊ സെക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കറക്റ്റ് നോക്കി എഴുതി തന്നെ പഠിക്കാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ നോക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് നമ്മുടെ ഈ ഒരു പേപ്പേഴ്സിന്റെ, അതായത് ഇത്രയും ജൂൺ 2023 മുതൽ നമ്മുടെ ജൂൺ 2025 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് നമ്മുടെ മാർക്കൊക്കെ അലോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 6 ബ്ലോക്കാണ് പഠിക്കാനുള്ളത്. നമ്മളുടെ ഈ 6 ബ്ലോക്കിനും എത്രമാത്രമാണ് നമ്മളുടെ മാർക്ക് വന്നിരിക്കുന്നത് ലാസ്റ്റ് 5 സെഷനിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1-ന്, അതായത് ജൂൺ 2023 22.22 ആണ് വന്നിരിക്കുന്നത് മാർക്ക് എന്ന് പറയുന്നത്. അതായത് 22.22 ക്വസ്റ്റ്യൻസ്, അതായത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ബ്ലോക്ക് 1-ൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസംബർ 2023 എടുക്കുകയാണെങ്കിൽ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജൂൺ 2024 ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ള 0 ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 2024 നമുക്ക് 44.44 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജൂൺ 2025 66.67 ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത് 32.7ഉം ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 32.7% ആണ്. നിങ്ങളിപ്പോൾ ഈ ഒരു ബ്ലോക്ക് 1 ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ വേരിയേഷൻസ്, അതായത് കൂടിയും കുറഞ്ഞുമാണ്. പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴെന്താ ജൂൺ 2025 ആകുമ്പോഴേക്കും നമ്മുടെ ബ്ലോക്ക് 1-ന് ഹയർ റിലവൻസ് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 വർഷത്തിലും, അതായത് ജൂൺ 2023 മുതൽ ജൂൺ 2025 വരെ ബ്ലോക്ക് 3ന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ ആവറേജ് മാർക്കും 0 ആണ്, ടോട്ടൽ പെർസെൻറ്റേജും 0 ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ 33.33 ജൂൺ 2023. അതുപോലെ തന്നെ ഡിസംബർ 2023 30 മാർക്കിൻ്റെതായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ജൂൺ 2024 0 മാർക്കിൻ്റെത്. അതുപോലെ തന്നെ ഡിസംബർ 2024 22.22 ആൻഡ് ജൂൺ 2025 0യും
ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത് 17.1ഉം അതുപോലെ തന്നെ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ എന്ന് പറയുന്നത് 17.1 ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 4 എടുക്കുവാണെങ്കിൽ ജൂൺ 2023 0 ആണ് മാർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസംബർ 2023 10 മാർക്കാണ് വന്നിരിക്കുന്നത്. ജൂൺ 2024 0 മാർക്കാണ് വന്നിരിക്കുന്നത്. ഡിസംബർ 2024 0 മാർക്ക് തന്നെയാണ്. ജൂൺ 2025 0 മാർക്ക് തന്നെയാണ്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 2ഉം ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നതും 2 തന്നെയാണ്. ഇനി നമ്മൾ ബ്ലോക്ക് 5 എടുക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ജൂൺ 2023 11.11ഉം അതുപോലെ തന്നെ ഡിസംബറിലാവുന്ന സമയത്ത് 10 മാർക്കിനും അതുപോലെ തന്നെ ജൂൺ 2024 0 മാർക്കിനും ഡിസംബർ 2024 11.11ഉം ജൂൺ 2025 0യും ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത് 6.4ഉം ടോട്ടൽ പെർസെൻറ്റേജും 6.4 തന്നെയാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 6 നോക്കുവാണെങ്കിൽ 11.11 അതുപോലെ തന്നെ ഡിസംബർ 2023 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ജൂൺ 2024 0 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഡിസംബറിലാവുന്ന സമയത്ത് 0 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ജൂൺ 2025 11.11ഉം ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 6.4ഉം അതുപോലെ തന്നെ ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ എന്ന് പറയുന്നതും 6.4ഉം ആണ്. ഇതാണ് നമ്മുടെ ബ്ലോക്ക് വൈസ് അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ 2025 വരെയുള്ളത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ എന്നുള്ള ഈ ഒരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുന്നത് പാറ്റേൺ ഹൈലൈറ്റ് ആണ്. അതായത് നമുക്ക് ഈ അഞ്ച് വർഷത്തെ ഈ 5 ഇയേഴ്സിൽ നമുക്ക് വന്ന മാറ്റങ്ങൾ, അതായത് നമുക്കൊരു എസ് എ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 2021 മുതൽ 2025 വരെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതായത് നമുക്കൊരു 75 to 80% വരെ ഡിസംബർ 2023 നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 94% നമുക്ക് ഡിസംബർ 2024 ഓർ ജൂൺ 2025 ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ ഒരു മാർക്കിന്റെ ഒരു ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 75 പിന്നെ ഒരു 70ലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, ഒരു ഡിസംബർ 2024 നമ്മുടെ ഈ ജൂൺ 2025 ആകുമ്പോഴേക്കും എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 94%ഉം ചോദിച്ചു കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഡിസ്റ്റിങ്ക്യൂഷൻ ഓർ കമ്പയർ ചെയ്യാൻ വേണ്ടി വരുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ അതിലും ഒരു ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ട്. അതായത് 6 to 20% ആയിരുന്നു അതിന്റെ പീക്കിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസംബർ 2023 ആകുമ്പോഴേക്കും അത് എത്രയായി, 20% ആയി. എന്നാൽ ഇപ്പോൾ അറൌണ്ട് 10% ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. കാരണം പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു കാണുന്നുണ്ട്, പക്ഷേ മേ ബി കൂടാം. ഓക്കെ, ഡിസംബർ 2023 20% ഉണ്ടായിരുന്നു ആൻഡ് ഹാവിംഗ് ഇപ്പോൾ അറൌണ്ട് ഒരു 10%ന്റെ ഒരു ഇതാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഷോർട്ട് നോട്ട് ഡെഫിനിഷൻ. അതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു എന്താ പറയണ്ടേ, ഒരു റിക്കറിങ് ഒരു 1 to 3% ആണ് ഒരു സെഷൻസ് ആണ് അതിൽ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു പാറ്റേൺ ആണ് ഇപ്പൊ വന്ന് കാണുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ 3 മണിക്കൂർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു ഹാളിൽ കയറി കഴിഞ്ഞു, നമുക്കൊരു എന്താ പറയണ്ടേ, ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 1, 2, 3 തവണ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് അങ്ങ് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 30 to 36 മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മളൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, തുടങ്ങാം. അതായത് ഒരു 3 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് അപ്പം അതിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നമ്മൾ കൊണ്ടുവരിക. ഇപ്പം നമ്മളുടെ ഡിഫറൻസസ് ഒക്കെയാണ് എഴുതുന്നത്, സെയിലും എഗ്രിമെന്റ് ടു സെയിലും. അപ്പം അതിൽ വരേണ്ട 5 പോയിന്റ് എന്താണ്, സെയിൽ എന്താണ്, എഗ്രിമെന്റ് ടു സെയിൽ എന്താണ്, അല്ലെങ്കിൽ വോയിഡ് എന്താണ്, വോയിഡബിൾ കോൺട്രാക്ട് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മളത് നല്ല നീറ്റായിട്ട് പേപ്പറിൽ പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 3-5 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ ഡിഫറൻസസ് വരികയാണെങ്കിൽ, ഡിഫറൻസസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 14 to 18 മിനിറ്റ്സ് മാത്രമായിരിക്കണം അതിനെടുക്കേണ്ടത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 30 to 36 മിനിറ്റ് അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
നമ്മുടെ ഡിഫറൻസസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ 14 to 80 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെഫിനിഷൻസ്, പ്രോമിസറി നോട്ടോ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ചെക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ, ഒരു 10 മാർക്കിന്റെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 മുതൽ ഒരു 10 to 20 മിനിറ്റ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, അതിനു വേണ്ടി അലോട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ടൈം അലോട്ട് ചെയ്യുന്നതിനോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് ഇനി ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളതും നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താവും, ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക, നമ്മളൊരു പ്ലാൻ ചെയ്യുക. നമ്മളൊരു ക്വസ്റ്റ്യന് ഇത്ര ടൈം അലോക്കേറ്റ് ചെയ്യുന്നുള്ളത് ആ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ട് എഴുതുക. നമ്മൾ എഴുതി വരുന്ന സമയത്ത് നമുക്ക് ഇനിയും കൂടുതൽ പോയിന്റ്സ് അറിയാമെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങാം. എന്നിട്ട് അത് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് നമുക്ക് എന്തായാലും സമയം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ടൈം അലോക്കേറ്റ് പോവുകയാണെങ്കിൽ അപ്പൊ ബാക്കി വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, ആ ഫില്ല് ചെയ്ത ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ 6 ബ്ലോക്കിൽ നിന്നും എല്ലാ യൂണിറ്റും 6 ബ്ലോക്കിന്റെ യൂണിറ്റിൽ നിന്നും ഏത് ടോപ്പിക്കാണ് നമുക്ക് റീസെന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഡിഫൈൻ ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് ലീൻ ആൻഡ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് പ്ലഡ്ജ് ബൈ നോൺ ഓണർ ആൻഡ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത് 10 ടൈംസ് ആണ് അതിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ബെയിൽമെന്റ്, പ്ലഡ്ജ്, ലീൻ, ഫൈൻഡർ ഓഫ് ഗുഡ്സ്, പ്ലഡ്ജ് ബൈ നോൺ ഓണർ അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 10 ടൈംസ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഏജൻസി ബൈ റാക്ടിഫിക്കേഷൻ ആൻഡ് ടെർമിനേഷൻ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഏജന്റ് എന്ന് പറയുന്നതും 7 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വേഴ്സസ് ഇൻഡെംനിറ്റി, റൈറ്റ് ഓഫ് ഷുവർട്ടി ആൻഡ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി അതിൻ്റെതും പറയുന്നത് 7 പ്രാവശ്യമാണ്. അതായത് 7 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ കൺസെന്റ്, അതുപോലെ തന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് ഫ്രോഡ് വേഴ്സസ് മിസ്റെപ്രസെന്റേഷൻ ഈ ക്വസ്റ്റ്യൻസും നമുക്ക് ഒരു 7 തവണ നമുക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്റി, മൈനർ ആൻഡ് അൺസൗണ്ട് മൈൻഡ്, അതുപോലെ തന്നെ നെസസറീസ് അതെന്ന് പറയുന്നത് 5 ടൈമാണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് ഇതിന്റെയൊക്കെ ഒന്നിക്കൽ എസെൻഷ്യൽസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ അതായത് ഡിഫറൻസസും ചോദിക്കാം. അതും നമുക്കൊരു 5 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഡിഫൈൻ ഓഫർ, ലീഗൽ റൂൾസ് ആൻഡ് ടൈപ്സ് അതായത് ക്രോസ്, സ്റ്റാൻഡിങ്, ജനറൽ, ഇംപ്ലൈഡ് ഇതൊക്കെ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫൈൻ ഓഫർ ഇതും 4 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെമഡീസ് ഫോർ ബ്രീച്ച്, ഡാമേജസ്, സ്പെസിഫിക് പെർഫോമൻസ്, ഇൻജങ്ഷൻ ആൻഡ് ക്വാറം മെറിറ്റ് ഇതും നമുക്ക് 4 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് സെയിൽ വേഴ്സസ് എഗ്രിമെന്റ് ടു സെയിൽ ആൻഡ് ടൈപ്പ് ഓഫ് ഗുഡ്സും ഇതും നമുക്കൊരു 4 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, ഇമ്പോസിബിലിറ്റി ആൻഡ് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി ഇതും നമുക്കൊരു 4 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി ടേബിൾ ആണ്. അതായത് നമ്മുടെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസും നമുക്ക് എത്രമാത്രം അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ആവറേജ് മാർക്ക് എത്ര എന്നുള്ളതുമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഡിഫൈൻ ബെയിൽമെന്റ്, പ്ലഡ്ജ്, ലീൻ ആൻഡ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആൻഡ് പ്ലഡ്ജ് ബൈ നോൺ ഓണർ അതായത് ബ്ലോക്ക് 3 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. നമ്മൾ യൂണിറ്റ് 10ലാണ് ബെയിൽമെന്റിനെ പറ്റിയിട്ടും പ്ലഡ്ജിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നത്. അത് 10 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 11.5 ആണ്. അതുപോലെ തന്നെ ഏജൻസി ബൈ റാക്ടിഫിക്കേഷൻ, ടെർമിനേഷൻ ഓഫ് ഏജൻസി, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഏജന്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 11ലാണ് പറയുന്നത്. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നതും 7 ആണ്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 12.1 ആണ്. അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വേഴ്സസ് ഇൻഡെംനിറ്റി ആൻഡ് റൈറ്റ് ഓഫ് ഷുവർട്ടി ആൻഡ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബ്ലോക്ക് 3 നിന്നാണ് യൂണിറ്റ് 9ൽ നിന്ന് 7 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 11.4 ആണ്. നമ്മൾ ഇനി ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ സ്ട്രെസ് ഓൺ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് ഡിഫൈൻ ഫ്രീ കൺസെന്റ്, ഡിസ്റ്റിംഗ്വിഷ് കൊയേഷൻ വേഴ്സസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് ഫ്രോഡ് വേഴ്സസ് മിസ്റെപ്രസെന്റേഷൻ ബ്ലോക്ക് 1ൽ യൂണിറ്റ് 4ലാണ്. അതുപോലെ തന്നെ 7 ടൈംസ് ആയിരുന്നു അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ തന്നെ ഹു ഇസ് എ മൈനർ ആൻഡ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് ലീഗൽ പൊസിഷൻ ആൻഡ് ലയബിലിറ്റി ഫോർ നെസസറീസ് ആൻഡ് ബ്ലോക്ക് 1ലാണ് യൂണിറ്റ് 3ൽ 5 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് വന്നിരിക്കുന്നത് 12 ആണ്. അതുപോലെ തന്നെ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, എസെൻഷ്യൽസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻസ് ബ്ലോക്ക് 6ൽ യൂണിറ്റ് 21ൽ 5 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ 11 ആണ്. അതുപോലെ തന്നെ ഡിഫൈൻ ഓഫർ,
എക്സ്പ്ലെയിൻ ലീഗൽ റൂൾസ് ആൻഡ് ടൈപ്സ്, അതായത് ക്രോസ് സ്റ്റാൻഡിംഗ്, ജനറൽ, ഇംപ്ലൈഡ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതും അപ്പിയർ ചെയ്തിരിക്കുന്നത് 4 തന്നെയാണ്. അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 13.8 ആണ്. ഇനി അടുത്തത് റെമഡീസ് ഫോർ ബ്രീച്ച്, അതായത് ഡാമേജസ്, സ്പെസിഫിക് പെർഫോമൻസ്, ഇഞ്ചക്ഷൻ ആൻഡ് ക്വാണ്ടം മെറിറ്റ്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 അതുപോലെ തന്നെ അത് അപ്പിയർ ചെയ്തിരിക്കുന്നത് 4 ആണ്. അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 12.5 ആണ്. അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് സെയിൽ, സെയിൽ വേഴ്സസ് എഗ്രിമെന്റ്, എഗ്രിമെന്റ് ടു സെൽ ആൻഡ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. ബ്ലോക്ക് 5 യൂണിറ്റ് 16 4 ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 12.5 ആണ്. അതുപോലെ തന്നെ മോഡ്സ് ഓഫ് ഡിസ്ചാർജ്, ഡോക്ട്രിൻ ഓഫ് ഇമ്പോസിബിലിറ്റി ആൻഡ് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി. ബ്ലോക്ക് 2 യൂണിറ്റ് 6 4 ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. 11.2 ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതിന്റെ ഒരു വിഷ്വലൈസേഷൻ, അതായത് ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ആവറേജ് മാർക്ക് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 4 to 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യാം. നമ്മൾ നല്ലതുപോലെ വായിക്കുക. വായിച്ചതിന് ശേഷം നമ്മൾ ഒരു 10 to 12 മിനിറ്റ് എന്ത് ചെയ്യുക, അത് എഴുതുക. അത് 1-2 മിനിറ്റ്, അതായത് 1-2 കേസസോ എക്സാമ്പിളോ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 4-5 തവണ വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുതുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോ സെക്ഷനും ഇതിൽ എഴുതി പഠിച്ച് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ മാത്രമല്ല 1-2 തവണ വായിക്കുക. വായിച്ചിട്ട് അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ ഡിഫറൻസസ് എഴുതുകയാണെങ്കിൽ അതിന്റെ പോയിന്റ്സ് എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ഒരു 2 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, കോട്ട് ചെയ്തിടാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്മാർട്ട് റിവിഷൻ ആണ് ഇനി നമുക്ക് വേണ്ടത്, അല്ലേ? നമ്മളിപ്പം ഏകദേശം നമ്മളെ ക്ലാസ് പ്രകാരം നമുക്കറിയാം, നമ്മൾ റെക്കോർഡ് ക്ലാസ് കണ്ട് മെറ്റീരിയൽ റെഫർ ചെയ്ത് റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു മോക്ക് ടെക്സ്റ്റ്, അതായത് നമ്മുടെ ഒരു മോഡൽ എക്സാം ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. എക്സാം സ്പെഷ്യൽ റിവിഷൻ സെഷൻ അറ്റൻഡ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്മാർട്ട് റിവിഷൻ ആണ്. ആ റിവിഷൻ ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്മാർട്ട് റിവിഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരിക. ഓരോരോ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും എക്സാമ്പിൾസ് പരമാവധി കോട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഓരോരോ ക്വസ്റ്റ്യനും എത്ര ടൈം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച് എന്ത് ചെയ്യുക, കറന്റ്ലി എന്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മേ ബി വരാൻ പോകുന്ന ഒരു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്, ഏതൊക്കെ ടോപ്പിക് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഈ സ്ലൈഡിൽ, അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഓരോ ടോപ്പിക് വൈസും ഉള്ള പ്രോബബിലിറ്റിയും അതിന്റെ കാറ്റഗറി ഹൈ ആണോ ലോ ആണോ മീഡിയം ആണോ എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്, അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 25% ആണ്. അതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് ലോ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, അതിന്റെ പ്രോബബിലിറ്റി 87.5 ആണ്. അതുപോലെ തന്നെ അതിന്റെ കാറ്റഗറി ഹൈ ആണ്. ഇനി അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, അതുപോലെ തന്നെ അതിൻ്റെതും 50 ആണ്. അതിന്റെ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് മീഡിയം ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 പ്രീ കൺസെന്റ് എന്ന് പറയുന്നത് 62.5 ആണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി എന്ന് പറയുന്നതും 75 ആണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ഹൈ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 വോയിഡ് അഗ്രിമെന്റ് ആൻഡ് കണ്ടീൻജന്റ് കോൺട്രാക്ട് 62.5 ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ഇനി ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ യൂണിറ്റ് 7 പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ്, അത് 0 ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 റെമഡീസ് ആൻഡ് ക്വാസി കോൺട്രാക്ട് 62.5, അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഇൻറ്റെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി 62.5, അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് 75 ആണ്. അതിന്റെ റിലവൻസ് ഹൈ ആണ്.
ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഏജൻസി 87.5, അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ഹൈ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 12 പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ 37.5 ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസും ലോ ആണ്. ഇനി അടുത്ത ബ്ലോക്ക് 4 യൂണിറ്റ് 13 പാർട്ട്നേഴ്സ് റൈറ്റ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് അത് 25 ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ലോ ആണ്. അടുത്ത ബ്ലോക്ക് 4 യൂണിറ്റ് 14 എടുക്കുന്ന സമയത്ത് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം 37.5 ആൻഡ് റിലവൻസ് ഇസ് ലോ. ആൻഡ് ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 15 ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഓർ LLP 25 ആണ്. അതിന്റെ റിലവൻസ് ലോ ആണ്. അടുത്ത ബ്ലോക്ക് 5 യൂണിറ്റ് 16 കോൺട്രാക്ട് ഓഫ് സെയിൽ ടൈപ്സ് ഓഫ് ഗുഡ്സ് അത് 50 ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 17 കണ്ടീഷൻ ആൻഡ് വാറന്റീസ് ആൻഡ് കാവിയറ്റ് എംപ്റ്റർ 75 ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ഹൈ ആണ്. അടുത്ത ബ്ലോക്ക് 5 യൂണിറ്റ് 18 ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി 37.5 അതിന്റെ റിലവൻസ് ലോ ആണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 19 അൺപ്ലേഡ് സെല്ലർ ആൻഡ് ഓപ്ഷൻ 12.5 and relevance is low. And block 6 unit 20 negotiable instrument and parties holder and holder in due course 25 ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. ബ്ലോക്ക് 6 യൂണിറ്റ് 21 promissory note bill of exchange and check 62.5 and മീഡിയം ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത്. ആൻഡ് ബ്ലോക്ക് 6 യൂണിറ്റ് 22 നെഗോഷിയേഷൻ ആൻഡ് എൻഡോഴ്സ്മെന്റ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 12.5 ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. ബ്ലോക്ക് 6 യൂണിറ്റ് 23 പ്രസന്റ്മെന്റ് ഡിസോണർ ആൻഡ് ഡിസ്ചാർജ് അതും 25 ആണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ലോ അതുപോലെ തന്നെ മീഡിയം എന്നുള്ളത്. ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എന്നുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനാണെന്നുള്ളതാണ്. അതായത് നമുക്കൊരു ഗ്രേറ്റർ ദാൻ 70% ഹൈ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് ശേഷം നമ്മൾ നോക്കുന്നത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു ഗ്രേറ്റർ ദാൻ 70% ഹൈ പെർസെൻറ്റേജ് ഉള്ളത്. ഒന്ന് പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് യൂണിറ്റ് 2 അതുപോലെ തന്നെ ഏജൻസി യൂണിറ്റ് 11, ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് യൂണിറ്റ് 10 കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി യൂണിറ്റ് 5 ആൻഡ് കണ്ടീഷൻ ആൻഡ് വാറന്റീസ് കാവിയറ്റ് എംപ്റ്റർ യൂണിറ്റ് 70 ഉള്ളതും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ഒരു 10-15 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതിയിട്ട് എക്സാമ്പിൾ അടക്കം എഴുതിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാൻ നോക്കുക. അപ്പൊ ഹൈ പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ്. 40-69% വരുന്നത്. അതായത് ഫ്രീ കൺസെന്റ് യൂണിറ്റ് 4 നിന്നും, അതുപോലെ തന്നെ വോയിഡ് ആൻഡ് കണ്ടീജന്റ് എഗ്രിമെന്റ് യൂണിറ്റ് 6 നിന്നും, റെമഡീസ് ആൻഡ് ക്വാസി യൂണിറ്റ് 8 നിന്നും, അതുപോലെ തന്നെ ഇന്റർമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി യൂണിറ്റ് 9 നിന്നും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ നമ്മൾ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. കൊയേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് കോട്ട് ചെയ്യുക. ഇനി ലോ പ്രയോറിറ്റിയിൽ ലെസ് ദാൻ 40% വരുന്നത് ഏത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി യൂണിറ്റ് 3 അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് സെയിൽ യൂണിറ്റ് 16 ഉള്ളതും, അതുപോലെ തന്നെ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് യൂണിറ്റ് 21 ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ലോ പ്രയോറിറ്റി, അതായത് ലെസ് ദാൻ 40% ആണ് ഇതിന്റെ ഒരു ചാൻസ് വരുന്നത്. അതാണ് നമ്മുടെ ഈ പ്രെഡിക്ഷൻസിൽ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ സ്ലൈഡിന്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ ഈ ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025 വരുന്ന ഈ TE എക്സാമിന്റെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമ്മൾ നോക്കുക, നമുക്ക് 100 മാർക്കിനാണ് എക്സാം വരുന്നത്. 3 hours ആണുള്ളത്. ആ 3 hours എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നോക്കുക, അറ്റംപ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്കാണ് 20 ഈച്ച്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ലീഗൽ റൂൾസ് ഗവേണിംഗ് എ വാലിഡ് ഓഫർ ആൻഡ് എ വാലിഡ് ആക്സെപ്റ്റൻസ്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ എഴുതുന്ന സമയത്ത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ വാലിഡ് ഓഫറിന് വേണ്ടുന്ന ലീഗൽ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതും വാലിഡ് ആക്സെപ്റ്റൻസിന് വേണ്ടുന്ന ലീഗൽ റൂൾസ് എന്തെന്നുള്ളതുമാണ് അത് നമ്മൾ കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫൈൻ കൺസിഡറേഷൻ ആൻഡ് സെറ്റ് ഔട്ട് ദ പ്രിൻസിപ്പിൾ ലീഗൽ റൂൾസ് ദാറ്റ് ഗവേൺ ഇറ്റ്. ആൻഡ് അതിന്റെ സബ് ക്വസ്റ്റ്യൻസ്, അതായത് ബി വന്നിരിക്കുന്നത് ഐഡന്റിഫൈ 3 സിറ്റുവേഷൻ വെർ ആൻ എഗ്രിമെന്റ് വിതൗട്ട് കൺസിഡറേഷൻ മേ ബി enforceable and briefly state when object or consideration is unlawful.
ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് 2 നിന്നാണ്. അതായത് യൂണിറ്റ് 5 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്തെന്നുള്ളത്. അപ്പൊ ആ ഒരു പാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 2 ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദ കൺസെന്റ് ആൻഡ് കൺസെന്റ് ഫ്രം ഫ്രീ കൺസെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ വൈ ദ ഡിസ്റ്റിങ്ഷൻ മാറ്റേഴ്സ്. ദെൻ ബി എന്ന് പറയുന്നത് ബി പാർട്ടിൽ വന്നിരിക്കുന്നത് കമ്പയർ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓൺ കീ ടെസ്റ്റ് ആൻഡ് ലീഗൽ എഫക്ട് ആൻഡ് ഇൻഡിക്കേറ്റ് ദ കോൺസിക്വൻസ് വേർ കൺസെന്റ് ഇസ് നോട്ട് ഫ്രീ. ബ്ലോക്ക് 1 നിന്നും യൂണിറ്റ് 4 ഫ്രീ കൺസെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കമ്പാരിസൺ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സെറ്റ് ഔട്ട് ദെയർ പ്രിൻസിപ്പൽ ഡിസ്റ്റിങ്ഷൻസ് ഓർ ഡിഫറൻസിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബി പാർട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ക്ലോസിംഗ് ഓഫ് ചെക്ക് ആൻഡ് ദ പ്രൊട്ടക്ഷൻസ് അവൈലബിൾ ടു പേയിങ് ആൻഡ് കളക്ടിംഗ് ബാങ്ക്. നമ്മൾ ബ്ലോക്ക് 6 എന്നാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. യൂണിറ്റ് 21 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പ്രോമിസറി നോട്ട് എന്തെന്നുള്ളത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. അപ്പം അതിന്റെ ഡെഫിനിഷൻസും ഡിഫറൻസിയേഷനും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ചെക്ക് അതൊക്കെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 6 എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പൽ റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് നോട്ടിംഗ് വെൻ സ്പെസിഫിക് പെർഫോമൻസ് ആൻഡ് ഇൻജെക്ഷൻ ആർ ടിപ്പിക്കലി ഗ്രാൻഡഡ്. ആൻഡ് ബി പാർട്ട് വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ക്വാണ്ടം മെറിറ്റ് ആൻഡ് ഗിവ് 2 സിറ്റുവേഷൻ ഇൻ വിച്ച് ഇറ്റ് മേ അറൈസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് ബ്ലോക്ക് 2 എന്നാണ്. യൂണിറ്റ് 8 റെമഡീസ് ഫോർ ബ്രീച്ച് ആൻഡ് ക്വാസി കോൺട്രാക്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും അഞ്ചാമത്തെ അതായത് 5th 5A-B എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അടുത്ത 6th എന്ന് പറയുന്നത് അതിൽ എ പാർട്ട് വന്നിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഫ്രം എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ആൻഡ് ബി എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ദ റൈറ്റ് ഓഫ് ഷുവർട്ടി ആൻഡ് ദ ചീഫ് മോഡ്സ് ബൈ വിച്ച് എ ഷുവർട്ടി ഈസ് ഡിസ്ചാർജ്ഡ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്നുള്ള യൂണിറ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഡിഫൈൻ ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് ആൻഡ് സ്റ്റേറ്റ് ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ബെയിൽമെന്റ്. അതായത് എന്താണ് എസെൻഷ്യൽസ് എന്നുള്ളതാണ് ബെയിൽമെന്റ് എഴുതാനുള്ളതാണ്. അതുപോലെ തന്നെ ബി പാർട്ട് വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ എ പർട്ടിക്കുലർ ജനറൽ നെയിം ഓഫ് എ ബെയിലി ആൻഡ് ഇൻഡിക്കേറ്റ് വെൻ എ പ്ലഡ്ജ് ബൈ നോൺ ഓണർ ക്യാൻ ബി വാലിഡ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് ആ ഒരു യൂണിറ്റിൽ നിന്നാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 8, explain modes of creation of agency and including creation by ratification and the requisite for a valid ratification. And B part എന്ന് പറയുന്നത് state any 4 modes of termination of agency and brief reasons. Block 3 Unit 11 Contract of Agency എന്നാണ് ഈ ഒരു A പാർട്ടും B പാർട്ടും വന്നിരിക്കുന്നത്. അടുത്ത 9th question, define partnership and list the essential characteristics. And B part, outline the procedure for registration of a partnership firm and the legal effect of non-registration. Block 4 Unit 12 registration, that the definition and registration of partnership എന്നാണ് ഈ എ പാർട്ടും ബി പാർട്ടും വന്നിരിക്കുന്നത്. നമ്മൾ അതിൽ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ലീഗൽ എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ. ഇതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ് എ കണ്ടീഷൻ ഫ്രം വാറണ്ടി വിത്ത് സ്യൂട്ടബിൾ ഇലുസ്ട്രേഷൻ. അതായത് ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് കണ്ടീഷനും വാറണ്ടിയും തമ്മിലുള്ളത്. അതുപോലെ തന്നെ ഡിസ്കസ് ദ ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പൽ എക്സംഷൻസ്. അതായത് ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിന്റെ എക്സംഷൻസ് എന്തെന്നുള്ളത് പോയിന്റ് വൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് 5 യൂണിറ്റ് 17 കണ്ടീഷൻ ആൻഡ് വാറണ്ടീസ് കാവിയറ്റ് എംപ്റ്റർ എന്നുള്ള ആ ഒരു യൂണിറ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുക, നിങ്ങൾക്ക് ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എക്സാമിന് ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മേ ബി വരാം. അപ്പം നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലേൺ വൈസ് എല്ലാവിധ സപ്പോർട്ടും തന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കമ്മിങ് ഫസ്റ്റ് മുതൽ ഇപ്പം ഈ എൻഡ് എക്സാമിന്റെ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വരെ നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PYക്കും നല്ലപോലെ നോക്കുക. ഇത്രയും പറഞ്ഞിരിക്കുന്ന ബ്ലോക്സ് അതുപോലെ തന്നെ ഈ യൂണിറ്റ് ഇതിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഓൾ ദ ബെസ്റ്റ് നേരുന്നു. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ്. അതുപോലെ തന്നെ ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ആരും പാനിക് ആവണ്ട. നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ മൈൻഡ് റിലാക്സ് ചെയ്യാം. അതിനുശേഷം ക്വസ്റ്റ്യൻസ് 1 or 2 തവണ വായിക്കുക. നമുക്ക് എഴുതാനുള്ള ആൻസേഴ്സ് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ അത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യാം, പേപ്പറിൽ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാം. വായിക്കുക. എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ,
ഡെഫിനേഷൻസ് ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലോയുടെ കാര്യത്തിൽ നമ്മൾ മാക്സിമം എക്സാമ്പിൾസും കോട്ട് ചെയ്യാൻ നോക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഓൾ ദ ബെസ്റ്റ് നേരുന്നു. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ആൻസേഴ്സ് എഴുതുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ആപ്പിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് അത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് നേരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.